Module 2, the first section, non-canonical linear programming problems, non-canonical LPP. Canonical LPP എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. Canonical LPP പ്രോബ്ലംസിനാണ് നമ്മൾ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു കനോണിക്കൽ എൽ പി പി? മാക്സിമൈസേഷൻ ഉണ്ട്, മിനിമൈസേഷൻ ഉണ്ട് അല്ലേ. രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ. മാക്സിമൈസേഷൻ ആണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, പിന്നെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അവിടെ കൺസ്ട്രെയിൻസ് എങ്ങനെ തന്നിട്ടുണ്ടാവുക? എല്ലാത്തിൻ്റെ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും മെയിൻ കൺസ്ട്രെയിൻസിൻ്റെ അല്ലേ. ഇനീക്വാളിറ്റി അതായത് ഇക്വേഷൻ ഫോമിൽ വരുന്ന കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. പിന്നെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതെന്താണ്? നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. അവിടെ ആ ഫംഗ്ഷനിൽ തന്നിട്ടുള്ള വേരിയബിൾ x1 x2 എക്സെട്ര xn ആണെങ്കിൽ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താ? x1 x2 എക്സെട്ര xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിലും ഇതുപോലെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, കുറച്ച് വേരിയബിൾസുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, അതുപോലെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, മെയിൻ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാവും. മെയിൻ കൺസ്ട്രെയിൻസിൽ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഓക്കെ, പിന്നെ ഇനി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ട് സാധാരണ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ചെയ്യും പോലെ ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. കനോണിക്കൽ ഫോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എല്ലാ മെയിൻ കോൺസ്റ്റൻസും. ഇനി അങ്ങനെ അല്ലാതെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്, കോൺസ്റ്റൻസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വിചാരിക്കുക. മെയിൻ കോൺസ്റ്റൻസ് എന്താണ്? തൊട്ടടുത്ത സ്റ്റെപ്പിൽ ആ പ്രോബ്ലത്തിനെ ജസ്റ്റ് മാറ്റി എഴുതുക. ഇങ്ങനെ ആ കോൺസ്റ്റൻസിനെ എവിടെയാണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നത് അതിന് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറി അല്ലേ. ഒരു ഇനീക്വാളിറ്റീനെ നെഗറ്റീവ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി ജസ്റ്റ് ഓപ്പോസിറ്റായി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കനോണിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, കനോണിക്കൽ എൽ പി പിസ്. ഇനി നോൺ കനോണിക്കൽ ഇങ്ങനെ അല്ലാതെ വന്നാൽ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ കനോണിക്കൽ ഫോമിൽ x1 x2 എക്സെട്ര xn ഇതിനൊക്കെ ഒരു പേര് പറഞ്ഞിരുന്നു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന സ്ലാക്ക് വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിരുന്നു അല്ലേ. അതായത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് അതെന്തെങ്കിലും ഇല്ലാതാവുകയും അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആ പ്രോബ്ലം എന്ത് പറയാം? നോൺ കനോണിക്കലാന്ന് പറയാം. കനോണിക്കൽ ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ അതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എണ്ണം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അത്തരം പ്രോബ്ലംസിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം, നോൺ കനോണിക്കൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് that characterize a canonical linear programming problem are the non-negativity of the initial independent variables. എന്താണ്? നോൺ നെഗറ്റിവിറ്റി ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് x1 x2 എക്സെട്ര xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ദി ഇനീക്വാളിറ്റി ഫോം ഓഫ് ദി മെയിൻ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ മാക്സിമൈസേഷൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ മിനിമൈസേഷൻ പ്രോബ്ലം. ഞാൻ പറഞ്ഞു കനോണിക്കൽ ഫോം ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ മെയിൻ കൺസ്ട്രെയിൻസിൻ്റെ ഇനീക്വാളിറ്റി വരുന്നത് അല്ലേ. പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ. ഇഫ് ദർ ഈസ് എനി വയലേഷൻ in these properties then the problem is a non-canonical LPP. ഈ പ്രോപ്പർട്ടീസിലും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തിനെ ഒരു നോൺ കനോണിക്കൽ എൽ പി പി ആയിട്ട് പറയും. നോൺ കനോണിക്കൽ എൽ പി പി അതായത് ഏതെങ്കിലും നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഇല്ലാതിരിക്കുക. അതിപ്പോൾ എല്ലാ വേരിയബിൾസിനും അങ്ങനെ വന്നോളുന്നില്ല, ഇനി ഒന്നിന് മാത്രം ഇല്ലാതിരുന്നാലും അത് നോൺ കനോണിക്കലായി. ഇപ്പോൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ XY ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, പക്ഷേ വൈനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലും ആ പ്രോബ്ലം നോൺ കനോണിക്കലാണ്. എന്തൊക്കെ വേരിയബിൾ ഉണ്ടോ അതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വേണം. അതുപോലെ തന്നെ മാക്സിമൈസേഷനിൽ മെയിൻ കൺസ്ട്രെയിൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം ഇനീക്വാളിറ്റി, അതുപോലെ മിനിമൈസേഷനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. നെക്സ്റ്റ് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ്. എന്താണ് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് എന്ന് നോക്കാം. A real variable in an LPP is said to be unconstrained if there is no non-negativity constraint on the variable. ഒരു LPP തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ വേരിയബിൾസ് ഉണ്ടാവും അല്ലേ.
ആ വേരിയബിളിനെയാണ് നമ്മൾ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിനെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ എന്ന് പറയും എപ്പോൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ തന്നിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എക്സ് വൈ എന്ന് 2 വേരിയബിൾസ് വരുന്നുണ്ട് വിചാരിക്കുക. എക്സ് വൈ എന്ന് 2 വേരിയബിൾസ് ഒരു പ്രോബ്ലത്തിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. കൺസ്ട്രെയിൻസിൻ്റെ കൂട്ടത്തിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, പക്ഷെ വൈനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. there is no non-negativity constraints on the variable. അപ്പോൾ വൈൻ്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നർത്ഥം എന്താ? അവിടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ തന്നിട്ടില്ല. അപ്പോൾ ആ വൈനെ നമ്മൾ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, അതായത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ തരാത്ത വേരിയബിളിനെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. If there is any unconstrained variable in an LPP, then the problem is non-canonical. അതായത് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ ഉണ്ടെങ്കിൽ, അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? ആ വേരിയബിളിൻ്റെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ തന്നിട്ടില്ല. അപ്പോഴും ആ പ്രോബ്ലം എന്താണ്? നോൺ കനോണിക്കൽ LPP ആണ്. We transform such a problem into an equivalent LPP in canonical form and a number of ഫയൽഡ് ഇക്വേഷൻസ്. അത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു കനോണിക്കൽ LPPക്ക് ചേഞ്ച് ചെയ്യും. അത്തരം പ്രോബ്ലംസിനെ നമ്മൾ ആ ടക്കർ ടേബിൾ യൂസ് ചെയ്തിട്ട് ഒരു കനോണിക്കൽ LPPക്ക് ചേഞ്ച് ചെയ്യും. പിന്നെ എന്തുണ്ടാവും? അതിൻ്റെ നമ്പർ ഓഫ് ഫയൽഡ് ഇക്വേഷൻസ്, കുറച്ച് ഇക്വേഷൻസും നമുക്ക് കിട്ടും. ആ ടക്കർ ടേബിളോ അത് എങ്ങനെ മെത്തേഡെന്ന് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് താഴെ. ടക്കർ ടേബിളോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഇക്വേഷൻസും കിട്ടും. അത് ഫയൽഡ് ഇക്വേഷൻ. ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ഫ്യൂച്ചർ യൂസിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കണ ഒരു സാധനം. അതേപോലെ തന്നെയാണ് ഈ ഇക്വേഷൻസ്. നമ്മൾ അവിടെ ജസ്റ്റ് എഴുതി വെക്കും, പിന്നെ ലാസ്റ്റിക്ക് അത് അപ്ലൈ ചെയ്യും. അതാണ് ഫയൽഡ് ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഫയൽഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ യൂസിന് ഉള്ള ഇക്വേഷൻ, ഫ്യൂച്ചർ യൂസിനുള്ള ഇക്വേഷൻസാണ് ഫയൽഡ് ഇക്വേഷൻസ്. ഇനി ഒരു 1, 2, 3 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതിൽ വ്യക്തമാവും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ്? നോൺ കനോണിക്കൽ LPP ആണ്, നമുക്ക് കനോണിക്കൽ LPPക്ക് മാറ്റണം. അതെങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ 1, മാക്സിമൈസ് f of xy equal to x plus 3y. Maximize f of xy equal to x plus 3y subject to x plus 2y less than or equal to 10 minus 3x minus y less than or equal to minus 15. ഇവിടെ നോക്കുക, ഈ ഇനീക്വാളിറ്റി ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, കനോണിക്കൽ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. മെയിൻ കൺസ്റ്റൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് തന്നിട്ടില്ല. എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ തന്നിട്ടില്ല. ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ആർ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് എന്ന് പറയാം അല്ലേ. ഇൻ ദിസ് പ്രോബ്ലം ബോത്ത് എക്സ് ആൻഡ് വൈ ആർ അൺകൺസ്ട്രെയിൻഡ്, കാരണം നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ തന്നിട്ടില്ല. പിന്നെ കൺസ്ട്രെയിൻ സെറ്റ് വരച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതിന്ന് നമുക്ക് മെയിൻ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൺസ്ട്രെയിൻ സെറ്റ് വരക്കാം. ഇങ്ങനെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്നുള്ള ലൈൻ വരക്കുക, അതൊക്കെ അറിയാമല്ലോ. അതുപോലെ മൈനസ് 3x മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 15 എന്നുള്ള ലൈനും വരക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ഷെയ്ഡ് ചെയ്യുക. റീജിയൻ എക്സ് 0, 0 ഒക്കെ കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണം അല്ലേ. 1ന് പുറത്തേക്കും 0ൻ്റെ പൊസിഷനിക്കും. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സും വൈയും 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിട്ടും. അപ്പോൾ അത് ട്രൂ ആണ്. അതായത് ഫസ്റ്റ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. പിന്നെ എക്സ് വൈ 0 കൊടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അത് ട്രൂ ആയതുകൊണ്ട് നമ്മൾ 0ൻ്റെ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് വരിക ഇങ്ങനെയാണ്. ഇതെല്ലാം ലൈന് ഈ താഴത്തേക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്ത ലൈന് മൈനസ് 3x മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 15 ഈ ലൈനാണ് വരുന്നത്. ഇതിൽ എക്സ് വൈ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 15. അത് ശരിയാണോ? അല്ല, 0 മൈനസ് 15നേക്കാളും വലുതാണ്. അപ്പോൾ 0 ഒറിജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഷെയ്ഡിങ് എങ്ങനെ വരിക? ഇങ്ങനെ പോകും. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരിക ഷെയ്ഡിങ് ഈ റീജിയനാണ്. അപ്പോൾ അതാണ് നമ്മൾ കൺസ്ട്രെയിൻ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്നുള്ള കണ്ടീഷൻ ഇവിടെ ഇല്ല.
അതുകൊണ്ടാണ് ഈ താഴെ ഇത്രയും പോയിൻറ്റ്സ് വന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രം കുറച്ച് ഷെയ്ഡഡ് റീജിയൻ വരില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇത്രയും റീജിയൻ വരും. ഇൻഫിനിറ്റിക്ക് ഇങ്ങനെ പോകും, എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഹിയർ വി ബിഗിൻ ബൈ റെക്കോർഡിംഗ് ദി പ്രോബ്ലം ഇൻ എ ടക്കർ ടേബിളോ ആസ് യൂഷ്വൽ. നമ്മൾ സാധാരണ ഈ പ്രോബ്ലത്തിൻ്റെ ടക്കർ ടേബിളോ എഴുതുക. ഓക്കെ, to record the fact that x and y are unconstrained, we circle those variables. എക്സും വൈയും അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് ആണ് ഇവിടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവ രണ്ടിനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് എഴുതുക. നോക്കാം, ഇതാ സാധാരണ ടക്കർ ടേബിൾ കൊണ്ട് എഴുതിയിട്ടുള്ള മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മുകളിൽ എഴുതി -1 ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന സ്ലാക്ക് വേരിയബിൾസ് -t1 -t2 എന്ന് കൊടുത്തു. പിന്നെ കോഎഫിഷ്യൻസ് 1 2 10 -3 -1 -15. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻസ് 1 3 ഡീൻ്റെ സ്ഥാനത്ത് 0 ആണ്, = f എന്ന് കൊടുത്തു. എക്സും വൈയും അൺകൺസ്ട്രെയിൻഡ് ആയതുകൊണ്ട് അവയെ ഒരു സർക്കിളിൽ മാർക്ക് ചെയ്തു. ദി സ്ലാക്ക് വേരിയബിൾസ് ആർ ഓൾവേസ് കൺസ്ട്രെയിൻഡ് ടു ബി നോൺ നെഗറ്റീവ്. അതായത് നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ, പ്രോബ്ലത്തിൽ തരുന്നതല്ല. പ്രോബ്ലത്തിൽ തരുന്ന വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇവിടെ ആണെങ്കിൽ എക്സ് വൈ ആണ്. സ്ലാക്ക് വേരിയബിൾസ് നമ്മൾ കൊടുക്കുന്നതാണ്. അതെപ്പോഴും ആർ ആൾവേസ് കൺസ്ട്രെയിൻഡ് ടു ബി നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതെപ്പോഴും >= 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് അത് അൺകൺസ്ട്രെയിൻഡ് ആയിട്ട് വരില്ല. സ്ലാക്ക് വേരിയബിൾസ് ഇവിടെ നോക്കുകയാണെങ്കിൽ t1 t2 അത് അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല. ഓക്കെ, അത് അൺകൺസ്ട്രെയിൻഡ് ആവില്ല. അതെപ്പോഴും >= 0 തന്നെയാണ്, അത് ഫിക്സഡ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനാണ് ചേഞ്ച് വരുള്ളൂ. ഓക്കെ, സ്ലാക്ക് വേരിയബിൾസ് എപ്പോഴും നോൺ നെഗറ്റീവ് ആണ്. ഹിയർ വി പൈവോട്ട് ഈച്ച് അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡൗൺ ടു ഈസ്റ്റ്. അതായത് ഇവിടുത്തെ അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആരൊക്കെ, എക്സും വൈയും. അവയെ ഡൗൺ ടു ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻക്ക് കൊണ്ടുവരണം, പൈവോട്ട് ചെയ്തിട്ട് ഈ ഇവിടേക്ക് കൊണ്ടുവരണം. സാധാരണ പൈവോട്ടിങ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻ്റർചേഞ്ചിങ് സംഭവിച്ചിട്ട് ഇവിടെ എത്തുമല്ലോ ഒരു വേരിയബിൾ. ഓക്കെ, അപ്പോൾ എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ പൈവോട്ടിങ് ഈ 1ലോ 2ലോ ചെയ്യണം അല്ലേ. 1ലോ 2ലോ പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും പിന്നെ പറ്റൂലല്ലോ. പൈവോട്ടിങ് എൻട്രി പറയണത് ഈ A11 അങ്ങനത്തെ എൻട്രീസ് AIJs ആണ് വരിക അല്ലേ. അപ്പോൾ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ T1 ആയിട്ടാണ് ഇൻ്റർചേഞ്ചിങ് വേണ്ടത്. അതായത് 1ഓ 2ഓ പൈവോട്ട് എൻട്രീസ് ആയിട്ട് ചൂസ് ചെയ്യണം. അതുപോലെ വൈനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലോ -3ഓ -1ഓ പൈവോട്ട് എൻട്രീസ് ആയിട്ട് ചൂസ് ചെയ്യണം. എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ T1 അങ്ങോട്ട് പോകും അല്ലേ. അതുപോലെ വൈനെ കൊണ്ടുവരണമെങ്കിൽ എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 1ലോ -3ലോ പൈവോട്ടിങ് നടത്തണം അല്ലേ. ഇനി ഇവിടുത്തെ ഈ 1ലാണ് പൈവോട്ടിങ് എങ്കിൽ T1 ഇങ്ങോട്ട് പോകും, എക്സ് ഇങ്ങോട്ട് വരും. ഇനി -3ലാണ് പൈവോട്ടിങ് എങ്കിൽ T2 ഇങ്ങോട്ട് പോകും, എക്സ് ഇങ്ങോട്ട് വരും. ഇനി വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, 2ലോ -1ലോ പൈവോട്ടിങ് നടത്തണം. 2ൽ പൈവോട്ടിങ് നടത്തുകയാണെങ്കിൽ ഇവിടെ T1 ഇവിടെ വൈ വരും. -1ൽ പൈവോട്ടിങ് നടത്തുകയാണെങ്കിൽ ഇവിടെ വൈ ഇവിടെ T2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൈവോട്ടിങ് വരാനുള്ള പോസിബിലിറ്റീസ്. അപ്പോൾ ഈ 4 നമ്പേഴ്സിന് പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഈ 4 എൻട്രീസ് 1 2 -3 -1 എന്നുള്ള എൻട്രീസ്. പക്ഷെ നമ്മൾ ഏറ്റവും നല്ലത് എങ്ങനത്തെ എൻട്രീസ് ചൂസ് ചെയ്യുക, 1ഓ -1 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റാഷണൽ നമ്പർ ഫോമിൽ വരില്ല അല്ലേ, ഇൻറ്റീജറായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ പൈവോട്ട് എൻട്രി 1 ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ വരുന്നിടത്തൊക്കെ ബൈ പി പറയുമ്പോൾ ബൈ 1 വരുന്നത്. അപ്പോൾ തന്നിട്ടുള്ള നമ്പറിനൊന്നും ചേഞ്ച് ചെയ്യില്ല, അത് ഇൻറ്റീജറായിട്ട് തന്നെ നിൽക്കും. നേരെ മറിച്ച് അതൊരു 2ഓ 5ഓ -3 ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ -3 എടുത്താൽ കഴിഞ്ഞാൽ ഇവിടെ -1 ബൈ -3 എന്നൊക്കെ വരും. അടുത്ത എൻട്രി ഈ എൻട്രി ചെയ്യുമ്പോൾ 1/3 ഒക്കെ വരും. അപ്പോൾ ഇൻറ്റീജേഴ്സായിട്ട് തന്നെ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ 1ഓ -1 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യുക നല്ലതായിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഡയറക്റ്റ് ഈ ടേബിളിനെ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യരുത്.
കാരണം കനോണിക്കൽ പ്രോബ്ലത്തിനാണ് നമ്മൾ സിംപ്ലക്സ് അൽഗോരിതം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം കനോണിക്കൽ ഫോമൊക്കെ മാറ്റിയ ശേഷമേ നമുക്ക് സിംപ്ലക്സ് അൽഗോരിതം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹിയർ വി കനോട്ട് അപ്ലൈ സിംപ്ലക്സ് അൽഗോരിതം സിൻസ് ദി സിംപ്ലക്സ് അൽഗോരിതം ഓൺലി അപ്ലൈസ് ടു കനോണിക്കൽ LPP. The acceptable pivot entries are A11, A12, A21, A22. അതായത് ഇത് രണ്ടും പിന്നെ ഇത് രണ്ടും. ഓക്കെ. Never pivot on an entry in the -1 column or objective function row. അതറിയാലോ. ഈ എൻട്രീസും ഒന്നും പൈവോട്ട് എൻട്രീസ് ആയിട്ട് ചൂസ് ചെയ്യില്ല. അതൊക്കെ നമ്മൾ പൈവോട്ടിങ് പഠിച്ചല്ല, പൈവോട്ടിങ്ങിൻ്റെ പോർഷനിൽ പഠിച്ചിട്ടുള്ള. ഹിയർ ഇറ്റ് ഈസ് മോസ്റ്റ് കൺവീനിയൻറ്റ് ടു ചൂസ് A11 equal to 1 or A22 equal to -1 as pivot entry since all tableau entries will remain integral after pivoting. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ എന്നാണ് മീനിങ് ചെയ്യണത്. അതായത് പൈവോട്ട് എൻട്രീസ് 1 -1 ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എൻട്രീസ് എപ്പോഴും അത് യൂസ് ചെയ്ത് പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാലും ഈ എൻട്രീസൊക്കെ ഇൻറ്റീജേഴ്സ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ പിന്നെയും നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യണമെങ്കിലൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് 1/3 ഫോമിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ 1 -1 ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇത് ഇവിടെ മാത്രമല്ല, എവിടെയും നിങ്ങളിപ്പോൾ പൈവോട്ടിങ് പഠിച്ചില്ലേ, അത് മുതൽ 1 -1 അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഓക്കെ. ചൂസ് A11 equal to 1 ആസ് പൈവോട്ട് എൻട്രി. നമ്മളിവിടെ ഈ 1നെ ചൂസ് ചെയ്തു. അപ്പോൾ എക്സിന് 1 -1 ചൂസ് ചെയ്യാം. -1 ചൂസ് ചെയ്യുകയാണെങ്കിൽ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരും അല്ലേ, വൈ ഇങ്ങോട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ എക്സിന് മാറ്റാമെന്നുള്ള രീതിക്ക് ഈ 1 ചൂസ് ചെയ്തു. ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ചൂസ് A11 equal to 1 ആസ് പൈവോട്ട് എൻട്രി. ദി പൈവോട്ടിങ് ഓൺ 1 മൂവ്സ് എക്സ് ഡൗൺ ടു ദി ഈസ്റ്റ്. ഈ 1നെ പൈവോട്ട് ചെയ്താൽ എക്സിനെ ഡൗൺ ടു ഈസ്റ്റ് പറഞ്ഞാൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈസ്റ്റ് പൊസിഷൻ ഇവിടെയാണല്ലോ, ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ T2 ഇങ്ങോട്ട് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് പൈവോട്ട് എൻട്രി മാർക്ക് ചെയ്തു. ഇത് സെയിം ടേബിളാണ്. എഴുതി പൈവോട്ട് എക്സ് ഡൗൺ, പൈവോട്ട് ചെയ്തിട്ട് എക്സിന് ഈസ്റ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ T1 ആയി മാറി, ഇവിടെ എക്സ് വന്നു. പിന്നെ ബാക്കി എൻട്രീസൊക്കെ ചേഞ്ച് ചെയ്തത് എങ്ങനെ, ഇവിടെ 1 P ആയിട്ട് 1 ആണ് വന്നിട്ടുള്ളത് പൈവോട്ട് എൻട്രി. അപ്പോൾ 1/P കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും എന്താ തന്നെ വരിക, 1 തന്നെ വരിക. പിന്നെ സെയിം റോയിൽ വരുന്ന എലമെൻസിനൊക്കെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, P കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2/1 10/1 സെയിം തന്നെ വരും അല്ലേ. ഇനി സെയിം കോളത്തിൽ 1ൻ്റെ സെയിം കോളത്തിൽ, അതായത് പൈവോട്ട് എൻട്രിൻ്റെ സെയിം കോളത്തിൽ വരുന്ന എലമെൻസിനൊക്കെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ -3നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആയി, 1നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 ആയി. പിന്നെ ബാക്കി ഈ 4 എൻട്രീസ് അവിടെ ബാക്കി കിടക്കും. അതായത് അതിനെ S ആയിട്ട് ചൂസ് ചെയ്യാം. S ആയിട്ട് ചൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാറുള്ളത്, PS - QR/P കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. S equal to A22 equal to -1 ആണെങ്കിൽ PS - QR/P 5 ആണ് വരുന്നത്. ഓരോ കാര്യങ്ങളും Q മാറും എങ്ങനെയെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കുറേ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ S -15 ആണെങ്കിൽ B2ൻ്റെ പൊസിഷനിൽ കിടക്കണ -15 ആണെങ്കിൽ PS - QR/P എന്നുള്ളത് 15 ആണ് കിട്ടുന്നത്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ S എന്നുള്ളത് 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ PS - QR/P 1 ആയിട്ടാണ് വരുന്നത്. S 0 ആണെങ്കിൽ, അതായത് Dൻ്റെ പൊസിഷനിൽ അല്ലേ 0 ആണുള്ളത്, S 0 ആണെങ്കിൽ PS - QR/P എന്നുള്ളത് -10 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ടേബിൾ വരിക. പിന്നെ ചേഞ്ച് വന്നത് എന്താ, മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ T1 ആയി, എക്സ് ഇങ്ങോട്ട് വന്നു. എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു നമ്മളെ ലക്ഷ്യം, അത് നടന്നു. ഓക്കെ. സിൻസ് എക്സ് ഈസ് അൺകൺസ്ട്രെയിൻഡ് we file the equation corresponding to the x row and delete that row from the table. അതായത് എക്സ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോ ആണ്, എക്സ് കിടക്കണ റോ. എക്സ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഏത് റോയിലാണ് കിടക്കുന്നത് ആ റോ ആണ് ഉദ്ദേശിച്ചത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഫയൽ ചെയ്യുക. ഫയൽ ചെയ്യാന്നാൽ ജസ്റ്റ് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അത് ലാസ്റ്റ് യൂസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ഇക്വേഷൻ ഫയൽ ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ ടേബിളിൽ നിന്ന് ഈ റോനെ കണ്ട് ഡിലീറ്റ് ചെയ്യണം. അതായത് ഈ എക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ റോ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ 2 റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഫയൽ ചെയ്യുക, ഫസ്റ്റ് റോ എക്സ് അടങ്ങുന്ന റോ ഡിലീറ്റ് ചെയ്യുക.
ആ ഇക്വേഷൻ എന്താ വരിക, എക്സ് റോയിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക, 1t1 + 2y - 10 = -x അല്ലേ. ദാറ്റ് ഈസ് t1 + 2y - 10 = -x. അത് ഫയൽ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫയൽ ചെയ്തു, പിന്നെ ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫയൽ ദി ഇക്വേഷൻ t1 + 2y - 10 = -x. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിലീറ്റ് എക്സ് റോ, ആ ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്തു. അതിനൊഴിവാക്കി ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ എഴുതി. ഇനിയും ഒരാളെ കൂടി മാറ്റാണ്ട്, വൈയും അൺകൺസ്ട്രെയിൻഡ് ആണ്. അത് ഇതേപോലെ അടുത്ത സ്റ്റെപ്പായിട്ട് അത് ചെയ്യുക. ടു പൈവോട്ട് y ഡൗൺ ടു ദി ഈസ്റ്റ് വി മസ്റ്റ് യൂസ് a12 = 5. അതായത് നെക്സ്റ്റ് നമുക്ക് മാറ്റേണ്ടത് വൈനെയാണ്. പക്ഷെ വൈനെ മാറ്റണമെങ്കിൽ ഇനി ഒരാളെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 5-നെ അല്ലേ. വൈനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ t2 വൈയും ഇൻ്റർചേഞ്ച് ചെയ്യുക മാത്രമേ ഉള്ളൂ വഴി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ വരിക, 5. പക്ഷേ 2നെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, t1ഉം t2 ആണ്, t1 ആണ് ഇങ്ങോട്ട് വരിക അല്ലേ. 2നെ പൈവോട്ട് എൻട്രി ആണ് ആയി ചൂസ് ചെയ്തിരുന്നെങ്കിൽ t1 അങ്ങോട്ട് വരിക, t2 ഇവിടെ നിൽക്കും. പക്ഷെ നമുക്ക് വൈനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് 5ന് മാത്രമേ ഉള്ളൂ ചൂസ് ചെയ്യാൻ പറ്റുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി മസ്റ്റ് യൂസ് a12 = 5. പൈവോട്ട് എൻട്രി ആയിട്ട് അതിനെ തന്നെ ചൂസ് ചെയ്യണം. ജസ്റ്റ് ഈ ടേബിൾ തന്നെ എഴുതി പൈവോട്ട് എൻട്രി ആയിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് പൈവോട്ടിങ് ചെയ്യാണ്. പൈവോട്ട് y ഡൗൺ, വൈനെ താഴേക്ക് കൊണ്ടുവരാണ്, ഈസ്റ്റേക്ക് കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ, 5 ആണ് പൈവോട്ട് എൻട്രി. പീനെ 1/p കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 5ൻ്റെ സ്ഥാനത്ത് 1/5 വരും. പിന്നെ ആദ്യം y ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, t2 ഇവിടെ എത്തി. വൈൻ്റെ സ്ഥാനത്ത് t2 വന്നു, t2ൻ്റെ സ്ഥാനത്ത് y വന്നു. പിന്നെ ഇതിലൊക്കെ 3നെയും 15നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3/5, 15/3 പറഞ്ഞാൽ 15/5 പറഞ്ഞാൽ 3 വരും. പിന്നെ പീൻ്റെ കോളത്തിലുള്ള എലമെൻറ്റിനെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 5ൻ്റെ കോളത്തിലുള്ള എലമെൻറ്റിനെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, -1/5 വരും. പിന്നെ എസ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെ ഉണ്ടാവുക, -1ഉം -10ഉം ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എസ് -1 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് PS - QR/P നമുക്ക് -8/5 കിട്ടും. അതിവിടെ കൊടുത്തു. അതുപോലെ എസ് -10 ആകുമ്പോൾ PS - QR/P എന്നുള്ളത് -13 കിട്ടി. അതും ഇവിടെ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മളെ പുതിയ ടേബിൾ. ഇത് നോക്കുകയാണെങ്കിൽ കനോണിക്കൽ ഫോമിലായില്ലേ. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടോ അതൊന്നും കാര്യം നോക്കേണ്ട ആവശ്യമില്ല. റോ കുറഞ്ഞു പോയല്ലോ, ആദ്യത്തെ ടേബിളിൻ്റെ അത്ര റോ ഇല്ല എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ വേരിയബിൾസിൻ്റെ കാര്യം നോക്കുക. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇവിടെ ആരാണ്, t1 t2. എപ്പോഴും ടെക്കർ ടേബിൾ എഴുതി കഴിഞ്ഞാൽ ആരാണ് ഈ മുകളിൽ കിടക്കുന്നത്, അവരാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് t1ഉം t2. പക്ഷേ ഈ ടേബിൾ ആയിരുന്നെങ്കിൽ ആരായിരുന്നു, t1ഉം y ആയിരുന്നു. പക്ഷേ ഇവിടെ t1ഉം t2. നമ്മൾ പറഞ്ഞു t1 t2 എന്നുള്ളത് എപ്പോഴും നോൺ നെഗറ്റീവാണ് അല്ലേ. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലം എന്നുള്ളത് ഒരു കനോണിക്കൽ LPP എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിസ് കൺസിഡർ അതിൻ്റെ മുന്നേ ഒരു പണിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ എക്സിന് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഫയൽ ചെയ്യണം. എന്നിട്ട് ഈ റോ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ടാണ് ബാക്കി ചെയ്യണത് കേട്ടോ. t1ഉം t2ഉം അതൊക്കെ സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനെ ഫയൽ ചെയ്യുക. ഓക്കെ, കൺസിഡർ 3/5 t1 + 1/5 t2 - 3 = -5. ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. This equation will enable us to solve for y if we know t1 and t2. t1ഉം t2ഉം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് y കണ്ടെത്താം അല്ലേ. t1ഉം t2ഉം അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് y കണ്ടെത്താം. We hence file the equation corresponding to y row and delete that row from the table. y row എന്ന് പറയുമ്പോൾ അതാണ് y കിടക്കുന്ന റോ. അതിനെ ഫയൽ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ആയിട്ടുള്ള ഇതിനെ ഫയൽ ചെയ്തു. പിന്നെ ആൻഡ് ഡിലീറ്റ് ദിസ് റോ. അപ്പോൾ കിട്ടുന്ന ടേബിളാണിത്. ഈ റോ പോയി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എഫ് എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ റോ മാത്രം. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനുള്ള ചേഞ്ച് എന്താ, ഫയൽ ദി ഇക്വേഷൻ 3/5 t1 + 1/5 t2 - 3 = -5 ആൻഡ് ഡിലീറ്റ് വൈറോനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയ ടേബിളാണ് ഇത്. ദിസ് ടേബിൾ ഈസ് നോ ഇൻ കനോണിക്കൽ ഫോം അല്ലേ. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ റോ മാത്രമേ ഉള്ളൂ. അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ
കനോണിക്കൽ ഫോം ആണെന്ന് നോക്കിയാൽ മതി. ഇവിടെയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ഉണ്ടോ? ഉണ്ട്, കാരണം സ്ലാക്ക് വേരിയബിൾസ് എപ്പോഴും നോൺ നെഗറ്റീവാണ്. സോ T1 T2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ടേബിളോ കനോണിക്കൽ ഫോം ആണെന്ന് പറയാം. ദിസ് ടേബിളോ ഈസ് നോ ഇൻ കനോണിക്കൽ ഫോം സിൻസ് ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ കൺസ്ട്രെയിൻഡ് ടു ബി നോൺ നെഗറ്റീവ്. അതായത് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് T1 T2 ആണല്ലേ. സിൻസ് സ്ലാക്ക് വേരിയബിൾസ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് T1 and T2 ആർ always constrained to be non-negative. are always constrained to be non-negative എന്ന് കഴിച്ചിട്ട് പേടിക്കണ്ട, ജസ്റ്റ് അത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്നുള്ള മീനിങ് ഉള്ളൂ കേട്ടോ. കൺസ്ട്രെയിൻഡ് ടു ബി നോൺ നെഗറ്റീവ് എന്നാലും അത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻഡ് ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ T1 T2 നോൺ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്കിത് കനോണിക്കൽ ഫോമിലാണെന്ന് പറയാം. Now we can use the simplex algorithm to manipulate this canonical tableau into basic solution optimal form. ഇനി നമുക്ക് സിംപ്ലെക്സ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദി ബേസിക് സൊല്യൂഷൻ ഓഫ് ദി എബോ ടേബിളോ, ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബേസിക് സൊല്യൂഷനെ കുറിച്ച് പറയാം. കാരണം ഇവിടെ ജസ്റ്റ് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ റോ മാത്രമേ ഉള്ളത്. ഇത് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് എഫ് ആണ് കണ്ടത്. കറസ്പോണ്ടിങ് വാല്യൂസ് T1 T2 എന്താണെന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. T1 T2 വാല്യൂ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്ന് നോക്കിയാൽ മതി. ഇവിടെ എന്ത് കൊടുത്താലാണ് T1 T2 എന്ത് വാല്യൂ കൊടുത്താലാണ് എഫ് മാക്സിമം വരിക? ഒരു കാര്യം ആലോചിക്കണം, T1 T2 നോൺ നെഗറ്റീവ് ആണ്, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നെഗറ്റീവ് നമ്പർ ഒരിക്കലും വരില്ല. ഇവിടെ ഇക്വേഷൻ വരുന്നത് എന്താ? -8/5 T1 -1/5 T2 + 13 = F ആണ്. അപ്പോൾ T1 T2 പോസിറ്റീവായി കഴിഞ്ഞാൽ അവ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കില്ലേ, കാരണം രണ്ടിനും കൂടെ മൈനസാണുള്ളത്. അപ്പോൾ T1 T2 എന്ത് വരണം? 0 വരണം. അവർക്ക് മിനിമം പോസിബിൾ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ. T1 T2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവയുടെ മിനിമം വാല്യൂ എന്താണ് വരുന്നത്, അതിലാണ് എഫ് മാക്സിമം ഉണ്ടാവുക, കാരണം അതിന് രണ്ടിനും കൂടി നെഗറ്റീവ് ഉള്ളതുകൊണ്ട്. അപ്പോൾ T1 T2 0 ആയിട്ട് വരണം. ഇതിവിടെ പറയുന്നുണ്ട്, ദി ബേസിക് സൊല്യൂഷൻ ഓഫ് ദി എബോ ടേബിളോ ഈസ് ഒപ്റ്റിമൽ സിൻസ് എനി ചേഞ്ച് ഇൻ T1 or T2 would decrease എഫ്. ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ. അതായത് T1 T2 0 കൊടുക്കുക, അതാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. വേറെ എന്തെങ്കിലും വാല്യൂ കൊടുക്കുകയാണെങ്കിൽ T1 T2 0-നേക്കാളും മുകളിലുള്ളൊരു വാല്യൂ, പിന്നെ പോസിറ്റീവ് അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, കൊടുക്കുകയാണെങ്കിൽ എഫിൻ്റെ വാല്യൂ അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അതിൻ്റെ കൂടെ T1 T2 നെഗറ്റീവ് കോഷ്യൻ്റ് വരുന്നതുകൊണ്ട് എഫിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ T1 T2 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് എഫ് മാക്സിമം കിട്ടുന്നത്. അതായത് T1 T2 0 കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ബേസിക് സൊല്യൂഷനാണ് അല്ലേ. 0 കൊടുക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുമ്പോൾ സൊല്യൂഷനാണ് ബേസിക് സൊല്യൂഷൻ. അപ്പോൾ ബേസിക് സൊല്യൂഷനാണ് നമുക്കിവിടെ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് കിട്ടണമെന്നാണ് പറയുന്നത്. ദി ബേസിക് സൊല്യൂഷൻ ഓഫ് ദി എബോ ടേബിളോ ഈസ് ഒപ്റ്റിമൽ സിൻസ് എനി ചേഞ്ച് ഇൻ T1 or T2 വുഡ് ഡിക്രീസ് എഫ്. Hence, the optimal solution of the non-canonical maximization LPP is given by. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 T2 0 കൊടുക്കുക, T1 T2 0 കൊടുക്കുക. അപ്പോൾ എഫ് എന്ത് വരും? ഇത് നോക്കിയാൽ മതി. ഇതെന്താ ഇക്വേഷൻ? -8/5 T1 -1/5 T2 + 13 = F. T1 T2 0 ആയിക്കഴിഞ്ഞാൽ എഫ് 13 കിട്ടും. ഓക്കെ, T1 0 T2 0 കിട്ടി, എഫ് 30 കിട്ടി. T1 T2 0 കൊടുത്തു. അപ്പോൾ വൈ എന്താ അവിടെ വരിക? ഈ ഇക്വേഷനൊക്കെ നമ്മൾ ഇതിനാണ് ഫയൽ ചെയ്തത്. ഇനി നമുക്ക് വൈയും എക്സ് ഒക്കെ കണ്ടെത്തണമെങ്കിൽ ഈ ഫയൽ ചെയ്ത ഇക്വേഷൻസ് വേണം. അപ്പോൾ T1 T2 0 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഫയൽ ചെയ്ത ഈ ഒരു ഇക്വേഷൻ y = 3 എന്ന് വരും അല്ലേ. ഇവിടെ -3 = -5 അല്ലേ. അപ്പോൾ y = 3 എന്ന് വരും. ഈ y = 3 എന്നുള്ളത് മുന്നത്തെ ഫയൽ ചെയ്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടും? T1 0 ആണ്, y = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ എക്സും കിട്ടും. എക്സ് കിട്ടണത് 4 ആണ്. y 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6 - 10 -4 = -x കിട്ടും. T1 0 ആണല്ലോ, അപ്പോൾ -4 = -x, ദാറ്റ് ഈസ് x = 4. അപ്പോൾ T1 = T2 = 0 കൊടുത്തു, എഫിൻ്റെ വാല്യൂ 13 വരും. കറസ്പോണ്ടിങ് ആയിട്ട്
y എന്നുള്ളത് 3 കിട്ടും, എക്സ് 4 കിട്ടും. അതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് മാക്സിമം എഫ് ഈക്വൽ ടു 13 അല്ലേ. മാക്സിമം വാല്യൂ ഓഫ് എഫ് 13 ആണ്. വൈ ഈക്വൽ ടു 3 ഫ്രം ദി സെക്കൻഡ് ഫൈൽഡ് ഇക്വേഷൻ. നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ഫൈൽഡ് ഇക്വേഷൻ എന്നാണ് വൈ ഈക്വൽ ടു 3 കിട്ടുന്നത്, കാരണം അവിടെ T1 T2 0 ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 4 ഫ്രം ഫസ്റ്റ് ഫൈൽഡ് ഇക്വേഷൻ. അവിടെ T1 0 കൊടുത്തു, വൈക്ക് കിട്ടിയ വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നത്. അതായത് 4 3 അല്ലേ. ഓർഡേഡ് പെയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഓർഡേഡ് പെയർ 4 3 ആണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ വാല്യൂ എന്നുള്ളത് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്നുള്ളത് 13 ആണ്. നമ്മൾ ആ ഗ്രാഫ് വരച്ചിരുന്നു ഫസ്റ്റിൽ അല്ലേ. കൺസ്ട്രെയിൻറ്റ് സെറ്റിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ 4 3 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്തിരുന്നു. ഇതൊരു എക്സ്ട്രീം പോയിൻ്റ്. ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ എക്സ്ട്രീം പോയിൻറ്റ്സ് ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ആ ഗ്രാഫിക്കലി സോൾവ് ചെയ്ത സമയത്ത് ഇതൊക്കെ എക്സ്ട്രീം പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഈ പോയിൻറ്റ്സ് എങ്ങനെ കണ്ടെത്തുക? ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് വൈ ഈക്വൽ ടു എന്ന് എഴുതാം അല്ലേ. അത് ഇതിൽ വൈൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. അങ്ങനെ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വൈയും കിട്ടും നേരെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അല്ലേ. രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണ പോയിന്റിൽ രണ്ട് ലൈനും ഈക്വൽ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അത് ഒന്നൊന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് 4 3 എന്നുള്ള പോയിന്റ് കിട്ടുക. അതൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ സെയിം പ്രോബ്ലം ചെയ്തിട്ടില്ലെങ്കിലും വേറെ ഇത് ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യണ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണ പോർഷനിലുള്ള പോയിന്റ് കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 3 ഇവിടെ എക്സ്ട്രീം പോയിൻ്റായി വന്നിരുന്നു. പിന്നെ എന്ത് കിട്ടി? ഈ എക്സ്ട്രീം പോയിന്റിൽ തന്നെയാണ് നമുക്ക് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കിട്ടണത് അല്ലേ. എക്സ്ട്രീം പോയിന്റിൽ തന്നെയാണ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റിലൊരു തിയറം പറഞ്ഞിരുന്നു, അതായത് 2 കണ്ടീഷൻസ് ഉള്ള തിയറം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡ് ആയിട്ടുള്ള കേസസ്. കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു നമ്പറുമായിട്ട് ബൗണ്ടഡ് ആയിട്ട് വന്നാൽ എക്സ്ട്രീം പോയിൻറ്റ്സിലായിരിക്കും അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബൗണ്ടഡാന്ന് പറയാൻ പറ്റിയത് എങ്ങനെയാണ്? കാരണം ബൗണ്ടഡ് എബോ എന്നുള്ള കേസാണ് പറയുന്നത്. എഫ് ഓഫ് x1 x2 എക്സെട്ര xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m അങ്ങനെയാണ് ആ ഇക്വേഷനിൽ പറഞ്ഞിരുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 ആണെന്ന് ലാസ്റ്റ് ടേബിൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. വേറെ എന്തെങ്കിലും T1 T2 വാല്യൂ കൊടുക്കുമ്പോൾ അതിന് ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്, നെഗറ്റീവ്ക്കോ അങ്ങനെയൊക്കെ പോവുകയാണ് ചെയ്യണത്. അപ്പോൾ മാക്സിമം വാല്യൂ ആയിട്ട് നമുക്കൊരു 13 കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഏത് വാല്യൂ ഒരു മാക്സിമം ആയിട്ട് കൊടുക്കാമല്ലോ. അതിന് മുകളിലൊരു വാല്യൂ ഒരു ബൗണ്ട് ഉണ്ടെന്ന് പറയാമല്ലോ, ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എഫിനെന്ന് പറയാം. അതുകൊണ്ട് എക്സ്ട്രീം പോയിന്റിലാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. ഓക്കെ, അതായത് കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡും. കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡ് ആണല്ലോ, നമ്മൾ ഫസ്റ്റ് വരച്ചപ്പോൾ അത് ഇൻഫിനിറ്റിക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമല്ലോ ചെയ്യുന്നത്. കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡും മാക്സിമം പ്രോബ്ലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബൗണ്ടഡും എബോയും ആണെങ്കിൽ അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുക എക്സ്ട്രീം പോയിൻറ്റ്സിലാണ്. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. ഇവിടെ എക്സ്ട്രീം പോയിൻ്റായിട്ട് ആകെ ഒന്നേ ഉള്ളൂ, ഓർഡേഡ് പെയർ 4 3 അല്ലേ. ഓർഡേഡ് പെയർ 4 3 ആണ് എക്സ്ട്രീം പോയിൻ്റ്. നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് സെറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് എക്സ്ട്രീം പോയിൻ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ളത് ബൗണ്ടഡ് എബോ ആയതുകൊണ്ട് അതിൽ തന്നെ ആയിരിക്കണം എന്ത് എക്സ്ട്രീം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ വരേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്തപ്പോഴും ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂണീക്ക് എക്സ്ട്രീം പോയിൻ്റ് അത് വെച്ചിട്ടും വേണമെങ്കിൽ പറയാം കേട്ടോ. ഇൻ ദി ഗ്രാഫ് ഓഫ് ദി കൺസ്ട്രെയിൻറ്റ് സെറ്റ് വി ക്യാൻ സി ഓർഡേഡ് പെയർ 4 3 ഈസ് ദി ഓൺലി എക്സ്ട്രീം പോയിൻ്റ്. Therefore optimum attains at this point. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സിൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് എബോ. അത് ആ തിയറം വെച്ചിട്ടാണ്, ബൈ തിയറം എന്നൊക്കെ എഴുതിക്കോ വേണമെങ്കിൽ. ബൈ തിയറം ഇൻ മൊഡ്യൂൾ 1 എന്നൊക്കെ എഴുതിക്കോ. അതായത് 2 കണ്ടീഷനുള്ള തിയറം. ഫസ്റ്റ് നമ്മൾ കുറച്ച് തിയറി ഒക്കെ പറഞ്ഞില്ലേ, ആ പോർഷനിൽ ഫസ്റ്റിലാണ്.